എന്താണ് ആദ്യത്തെ പ്രഖ്യാപനം? നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. കണ്ണൻ നായരുണ്ട് ഈ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്ന മീഡിയ റൂമിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. കണ്ണൻ, വാർത്താ സമ്മേളനം എപ്പോൾ? അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുണ്ട്, അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കടുത്തതാണ് എന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി പറയുകയുണ്ടായി. അതിന് മറുപടി മുൻ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന് സമീപത്ത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങളൊരു പ്രതീക്ഷ? സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. UDF അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ നല്ല രീതിയിൽ തന്നെ അത് പ്രാവർത്തികമാക്കും. അത് മാത്രമല്ല, പുതിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷകളുണ്ട് കേരളത്തിന്. പിന്നെ ഞങ്ങൾ പറവൂരുകാരാണ്, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണല്ലേ? അതെ അതെ അതെ, മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണ്, ഏറ്റവും അടുത്ത ആളുകളാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് സാറിൻ്റെ കൂടെയുള്ള ആളുകളാണ്. അപ്പോൾ സാർ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു എന്താ പറയുക, കേരളം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതായത് നമ്മുടെ സഹോദരിമാർ ഇവിടെ ഒരു 300 ദിവസത്തോളം സമരം ചെയ്തു. അവരുടെ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? ഇന്നത്തെ ക്യാബിനറ്റിൽ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാർ നേരത്തെ പറഞ്ഞിരുന്നു ആശാവർക്കർമാരുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സാറ് വാക്ക് പറഞ്ഞാൽ അത് മാറ്റില്ല, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. വാക്കാണ്, നിലപാടുള്ള ആളാണ്. അതുകൊണ്ട് UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 5 ഇന്ദിരാ ഗ്യാരണ്ടിയും ഉടനെ തന്നെ നടപ്പാക്കും. അതിൽ ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അത് VDS ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞാൽ UDFന്റെ ഒരു വാഗ്ദാനങ്ങളായിരുന്നു. അതുപോലെ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതൊക്കെ പറയുമ്പോഴും അതൊക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കരകയറുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ധനമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പണം കണ്ടെത്തേണ്ടതും അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യത തന്നെയാണ്. ഞാൻ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇടതു സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുകയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ എല്ലാ കണ്ണുകളും ആ കസേരയിലേക്കാണ്, മീഡിയ റൂമിലെ കസേരയിലേക്കാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ തീരുമാനം എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്.